ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചിക്കൻ സ്ട്രിപ്സ് എങ്ങനെയാണ് എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 750 ഗ്രാമിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ മുഴുവനായിട്ട് ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല, കുറച്ച് ചിക്കൻ സ്ട്രിപ്സ് മാത്രം നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാം. ആദ്യം തന്നെ ഓരോ പാക്കറ്റിൻ്റെയും പുറകിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഒന്ന് നോക്കാം. ഇതിൽ പറഞ്ഞിട്ടുള്ളത് 200 ഡിഗ്രി സെൽഷ്യസിൽ 10 to 12 മിനിറ്റ്സ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എൻ്റെ എയർ ഫ്രയർ ഓണാക്കാൻ പോവുകയാണ്. അപ്പോൾ ഓണാക്കിയ ഉടനെ തന്നെ എല്ലിനാണ് കാണിക്കുക. അതിനുശേഷം നമുക്ക് ഓപ്ഷൻസ് തിരഞ്ഞെടുക്കണം. അപ്പോൾ ഈ എയർ ഫ്രയറിൽ ഫസ്റ്റ് കാണുന്നത് ഓൺ ആൻഡ് ഓഫ് ബട്ടണാണ്. അതിപ്പോൾ ഓണാക്കി കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓണാക്കും. പക്ഷേ നമുക്കിപ്പോൾ ടെമ്പറേച്ചറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അതിനായിട്ട് ഞാൻ സെക്കൻഡ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൽ ഫോർത്ത് വണ്ണായിട്ട് കാണുന്ന മീറ്റ് എന്നുള്ള ഓപ്ഷനാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ഈ ഓപ്ഷൻ എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഓരോ ഓപ്ഷനിലേക്കും ഈ ഒരു ബട്ടൺ മാറി മാറി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഏത് ഓപ്ഷനാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആ ഓപ്ഷൻ്റെ പുറകിലായിട്ട് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ ഓപ്ഷൻസ് സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഓൺ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് പ്രീ ഹീറ്റ് ചെയ്യും. പ്രീ ഹീറ്റ് ചെയ്ത ശേഷം മാത്രമേ നമ്മളിതിലേക്ക് ചിക്കൻ സ്ട്രിപ്സ് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടാണ് ചിക്കൻ സ്ട്രിപ്സ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ടെമ്പറേച്ചർ 9 മിനിറ്റ്സ് 200 ഡിഗ്രി സെൽഷ്യസ് ഓൾറെഡി ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 9 മിനിറ്റ്സ് ആണ് ഇതിലുള്ളത്. അതിൽ നിന്ന് ഒരു 13 മിനിറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു തേർഡ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം ഈ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ എയർ ഫ്രയർ ഓട്ടോമാറ്റിക്കായിട്ട് ഹീറ്റ് ആയിക്കൊള്ളും. ഏകദേശം പകുതി ആകുമ്പോൾ നമുക്ക് ടേൺ എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് അടുത്ത ഭാഗം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതുകൊണ്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിന് മുന്നേ ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും നമ്മുടെ ബാസ്ക്കറ്റ് അടച്ച് വെക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയുള്ള ഇതും കൂടെ ഫ്രൈ ആയിക്കൊള്ളും. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് എച്ച് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കൻ സ്ട്രിപ്സ് റെഡിയായി എന്നാണ് മനസ്സിലാവുക. അപ്പോൾ ഞാനിപ്പോൾ ബാസ്ക്കറ്റ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ സ്ട്രിപ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. താങ്ക്